ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ ഓൾ ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ട കൂടണേ. അപ്പോൾ ഇന്ന് എൻ്റെ ലിയോ കുട്ടൻ്റെ ഒരു കുഞ്ഞ് ഡേ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റാൽ ഞാൻ എപ്പോഴും എൻ്റെ മുടി ഒന്നിങ്ങനെ വാരി ഒന്ന് കെട്ടി വെക്കും കേട്ടോ. ആകെ അത്രയേ ഉള്ളൂ. പക്ഷെ അതൊന്ന് വൃത്തിയിലൊന്നും മെനയിൽ കെട്ടി വെക്കും. കാരണം എനിക്ക് കുറച്ച് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പക്ഷെ അതിന് കുറച്ച് മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പല്ല് തേക്കുവാണ്. പല്ല് തേക്കുമ്പോൾ ഞാൻ മുകളിൽ നോക്കുന്നു, മാങ്ങയൊക്കെ അവിടെയുണ്ട്. പക്ഷെ താഴെ വീണതൊക്കെ ഈ പെരിച്ചായും മറ്റേ നമ്മളെ അണ്ണാക്കൊട്ടനൊക്കെ തിന്ന ബാക്കിയാണ് കേട്ടോ ഫുള്ളുള്ളത്. നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ. പിന്നെ നേരെ പോയിട്ട് എൻ്റെ ലിയോ കുട്ടൻ്റെ രോമക്കൊന്ന് ഞാൻ വാരി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ചൂലെടുത്തിട്ട് ഞാൻ നേരെ പോയത് അടിച്ചു വാരാനാണ്. ഒത്തിരി ചപ്പുണ്ട്. ചപ്പെന്ന് പറയുമ്പോൾ ഇലയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് അടിച്ച് വാരി എല്ലാം ഒന്ന് കളഞ്ഞിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ തുടക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഞാൻ ഡെയിലി വീട് തുടക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് തുടക്കാനൊക്കെ, വൃത്തി എനിക്ക് വേണം. പിന്നെ ഞാൻ ചെയ്യുന്നത് ഉപ്മാവാണ്. സേമിയത്തിൻ്റെ ഉപ്മാവാട് ആക്കി വെച്ചു. പിന്നെ എനിക്ക് ലിയോക്കുള്ള മുട്ട അവിടെ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചു. പക്ഷേ എൻ്റെത് കഴിച്ചു, ഞാൻ മഞ്ഞ കഴിക്കാറില്ല. പിന്നെ ലിയോ 3 മാസമുള്ളൊരു കുഞ്ഞല്ലേ, അപ്പോൾ നമ്മൾ കുഞ്ഞു പീസാക്കിയിട്ടാണ് ലിയോക്ക്. മുട്ടേൻ്റെ വെള്ളയാണ് ഞാൻ കൊടുക്കാറ്, മഞ്ഞ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല, ചില ആൾ പറഞ്ഞാൽ മഞ്ഞ കൊടുക്കുമ്പം അലർജി പ്രശ്നമൊക്കെ വരുന്നു പറയുന്നത് കൊണ്ട് പിന്നെ വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുത്ത്. പിന്നെ അവിടെ ഞാൻ ഇരിക്കാൻ വെറുതെ വിട്ടില്ല. ആൾ പോയിട്ട് ഇരിക്കും, പക്ഷെ ഞാൻ ആളെ കളിക്കാൻ വിട്ടു കേട്ടോ. കാരണം മുട്ട തിന്നൊന്നും ദഹനം നടക്കണമല്ലോ. പിന്നെ ആളുമായിട്ട് കുറച്ച് കളിച്ചിട്ടോ. ഞാൻ പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരുപാട്. അതിനൊക്കെ എന്നെ മാറ്റി ഇന്ന് ഞാൻ കുറച്ച് ബെറ്ററായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ലിയോ ആണ് കേട്ടോ. ലിയോ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി എനിക്കൊന്നും ചിന്തിക്കാനുള്ള, കഴിഞ്ഞ കാര്യത്തിന് ആലോചിക്കാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല ആളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോഴേ. പിന്നെ ഞാൻ പൂന ഭയങ്കരമായിട്ട് കൊഞ്ചിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് ഞാൻ എന്തോ ചിന്തിച്ചത്, പക്ഷേ ഇവനെ അടുത്ത് എൻ്റെ ലിയോ വന്നപ്പോൾ അതെവിടെയോ പോയി, അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഉള്ളിൽ ആളുടെ ടോയ്സുമായിട്ട് ഇങ്ങനെ കളിക്കൂട്ടോ. പിന്നെ കഞ്ഞിവെള്ളം, ഇത് തലേന്നത്തെ കഞ്ഞിവെള്ളം കേട്ടോ. ഞാൻ ഡെയിലി തല കുളിക്കുമ്പോൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാറുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ. പിന്നെ രാവിലത്തെ കഞ്ഞിവെള്ളം വൈകുന്നേരം ആക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഊണ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഫുഡ് കഴിച്ചു. പിന്നെ അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ പേരറിയില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു.